എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയുന്നത് വിവാഹ പൊരുത്തത്തിൻ്റെ ചില കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അതായത് അതിൽ ദൃഷ്ടിയുണ്ടോ, പൊരുത്തം നോക്കുമ്പോൾ ദൃഷ്ടി വേണോ എന്നുള്ളതിനെയൊക്കെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ജ്യോതിഷത്തിൽ എവിടെയും പൊരുത്തത്തിനെ പറ്റി പണ്ട് കാലങ്ങളിൽ പറഞ്ഞിട്ടേ ഇല്ല. പിന്നീട് അത് പൊരുത്തം നോക്കിയാണ് വിവാഹം കഴിച്ചാൽ നല്ലതാണ്. അതായത് ദൂരദേശങ്ങളിലേക്കുള്ള പെൺകുട്ടി ആൺകുട്ടിയൊക്കെ ആകുമ്പോൾ അവരുടെയൊക്കെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള ഉദ്ദേശത്തിലാണോ, അല്ലെങ്കിൽ അവർക്ക് മേച്ചായിട്ടുള്ള ആൾക്കാരെ ചേർത്താൽ തന്നെ നല്ലതാണോ, എന്ത് ഉദ്ദേശത്തിലാണെന്ന് അറിയില്ല. പൊരുത്തം എന്നുള്ളത് ഇപ്പോൾ നിലവിലുണ്ട്. എല്ലാവരും പൊരുത്തം നോക്കി തന്നെയാണ് വിവാഹം കഴിക്കുന്നത്. അതായത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ, അതും ലവ് മാരേജ് ആണെങ്കിലും ചില പേരൻസ് ശ്രദ്ധിക്കാറുണ്ട് അത് ശരിയാവോ എന്നുള്ള രീതിയെപ്പറ്റി അന്വേഷിക്കാറുമുണ്ട്. പക്ഷെ എന്തുവന്ന് തന്നെയായിരുന്നാലും നമ്മൾ ഈ പൊരുത്തം എന്ന് പറയുമ്പോൾ പൊരുത്തം മാത്രമല്ല നോക്കേണ്ടത്, 1 മുതൽ 12 വരേക്കും, അതായത് ലഗ്നം മുതൽ 12 ഭാവങ്ങളിലെയും കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ പൊരുത്തത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ലഗ്നം സ്ട്രോങ് ആണോ, ലഗ്നാധിപതി സ്ട്രോങ് ആണോ, 2ാം ഭാവം സ്ട്രോങ് ആണോ, 4ാം ഭാവം സ്ട്രോങ് ആണോ, ഇങ്ങനെ ഓരോന്നും നമ്മൾ അതിൻ്റെ ബലാബലങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ വിവാഹ പൊരുത്തത്തിലോട്ട് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് 12 ഭാവങ്ങളെയും തന്നെ. കാരണം അവർ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു, ഇനി അതുവരെയ്ക്കും അവർ പേരൻസിൻ്റെ കസ്റ്റഡിയിലല്ലേ, അത് കഴിഞ്ഞാണ് വിവാഹം എന്നുള്ളത് വരുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ 12 ഭാവങ്ങളിൽ നിന്നാണ്. അപ്പോൾ 12 ഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ലഗ്നം തൊട്ട് തുടങ്ങണം. അപ്പോൾ ലഗ്നം എങ്ങനെയാണ്, ബലമുണ്ടോ, അതോ ലഗ്നത്തിന് ബലമില്ലേ, അതല്ല. അപ്പോൾ ലഗ്നത്തിന് ബലം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകേണ്ടത് ലഗ്നാധിപതിയിലോട്ടാണ്. ലഗ്നാധിപതി എവിടെ നിൽക്കുന്നു അതനുസരിച്ച് ലഗ്നാധിപതിയുടെ ബലം കൂടെ നോക്കണം. ഓക്കെ, കാരണം എല്ലാം അനുഭവിക്കേണ്ടത് ലഗ്നാധിപതിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ലഗ്നാധിപതിയുടെ ബലം എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ലഗ്ന വീക്കാണെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടുകളായിരിക്കും ലൈഫിൽ. നമുക്ക് ദാരിദ്ര്യം എന്നുള്ളതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതേസമയം ലഗ്നാധിപതി നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ സ്വന്തം കഴിവ് കൊണ്ട് അവർ മുന്നേറി പേരൻസിനെയും ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് ലഗ്നാധിപതി സ്ട്രോങ് ആയിട്ടുള്ളത് കാണിക്കുന്നത്. അതേസമയം ലഗ്നം സ്ട്രോങ് ആണെങ്കിൽ നമ്മളെ പാരമ്പര്യമായിട്ട് സുഖ ജീവിതം, കാരണം നമുക്കൊന്നും അറിയണ്ട, ജോലി കിട്ടുന്നത് വരേക്കും ഫുൾ പേരൻസ് നോക്കിക്കോളും. എല്ലാ പേരൻസിനും അവരുടെ ഭൂസ്വത്തുകളുണ്ടായിരിക്കും, അവരെ പേരൻസും ചേർത്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് പണക്കാര രീതിയിലുള്ള ജീവിതമായിരിക്കും. അപ്പോൾ അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതേസമയം ലഗ്നാധിപതി കുറച്ച് മോശം ലെവലിലാണെങ്കിൽ ഇവർ പോയി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തകിടം മറിക്കും. കാരണം ലേറ്റാകാം, കാലതാമസം എടുക്കാം, നഷ്ടങ്ങൾ വരാം. ഒരു ബിസിനസ് ചെയ്താലും അത് കാരണം ഇവിടെ സുഖത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കഷ്ടങ്ങളൊന്നും മനസ്സിലാക്കാതെ പോയി എടുത്ത് ചാടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കുറച്ച് ദോഷം വരാനുള്ള ചാൻസ് ഉണ്ട്, മനസ്സിലായി. അപ്പോൾ ലഗ്നവും ലഗ്നാധിപതിയും നമ്മൾ ബലം നോക്കണം. അത് കഴിഞ്ഞ് ഇവരുടെ ആയുസിൻ്റെ ബലം നോക്കണം. ഒരു ലഗ്നത്തിൽ നിന്നും 8ാം ഭാവമാണ് നമുക്ക് അഷ്ടമാധിപത്യം വരുന്നത്. അപ്പോൾ ആ ഭാവം, അഷ്ടമഭാവം എങ്ങനെയാണെന്ന് നോക്കണം. അതേസമയം അഷ്ടമഭാവത്തിൽ നിന്നും 8 നോക്കണം, മനസ്സിലായില്ലേ. ലഗ്നത്തിൻ്റെ 8, ആ 8ൻ്റെ 8 നോക്കണം, മനസ്സിലായില്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഷ്ടമാധിപതി എവിടെ നിൽക്കുന്നു നോക്കണം, അതിൻ്റെ ബലം നോക്കണം. ആ അഷ്ടമാധിപതിയുടെ 8 നോക്കണം, മനസ്സിലായില്ലേ. അഷ്ടമാധിപതി എവിടെ നിൽക്കട്ടെ, 12ാമത്തെ രാശിയിൽ എവിടെ വേണമെങ്കിൽ നിൽക്കട്ടെ, 12-ലോ 1 മുതൽ 12 എവിടെ വേണം നിൽക്കട്ടെ, ആ അവിടെ നിന്ന് നമ്മൾ 8നെ നോക്കണം, അതിൻ്റെ 8 നോക്കണം. അപ്പം അതിൻ്റെ ബലം നോക്കണം, എത്രത്തോളം ആയുസിന് ബലം ഉണ്ടെന്ന്. അപ്പം നമുക്കറിയാം, 3 തരത്തിൽ ആയുസ് പറയുന്നുണ്ട്. അതിൽ ഏതാണ് ഇത് ബലം എന്ന് നോക്കണം. അതനുസരിച്ച് ഇവിടെ കുറച്ച് ബലത്തിന് കുറവ് തോന്നണമെങ്കിൽ വരുന്ന ജാതകത്തിന് അവരുടെ ഹസ്ബൻഡ് വൈഫ് എന്നല്ലേ, ഈ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഹസ്ബൻഡായിട്ട് വരൂലേ. അപ്പോൾ അവിടെ അവർ ചേർക്കുന്ന ജാതകത്തിൽ നിങ്ങൾ അവരുടെ 8ാം ഭാവവും നല്ലതായിരിക്കണം, 7ാം ഭാവത്തിൻ്റെ 8ാം ഭാവവും നന്നായിരിക്കണം, മനസ്സിലായില്ലേ. അങ്ങനെ വേണം ചേർക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് 2ാം ഭാവം. അപ്പോൾ 2ാം ഭാവത്തിന് നമ്മൾ വാക്കുസ്ഥാനം, സംസാരിക്കുന്ന രീതി, പെരുമാറ്റ രീതി, ഇടപഴകുന്ന രീതി, പിന്നെ പ്രൈമറി വിദ്യാഭ്യാസം ശരിക്കും സ്മൂത്തായിട്ട് ഒരു 8ാം ക്ലാസ് വരയ്ക്കും പോകുമെന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് വരുമാനം, നമുക്ക് എന്ത് രീതിയിലാണ് നമുക്ക് വരുമാനത്തിൻ്റെ സോഴ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഞാൻ ഇതൊക്കെ ഷോർട്ടായിട്ട് പറയണം കേട്ടോ, പിന്നെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഓരോ ഭാവത്തിനെ പറ്റി ഞാൻ പിന്നീട് പറഞ്ഞു തരാം. കുടുംബം, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2ാം ഭാവം. അപ്പോൾ ആ 2ാം ഭാവം എത്രത്തോളം നല്ലതാണെന്ന് ശ്രദ്ധിക്കണം. അതുപോലെ 2ാം ഭാവാധിപതിയും പിന്നെ
ലഗ്നാധിപതി മാറി മാറി ലഗ്നാധിപതി 2-ൽ നിൽക്കുകയോ 2-ാം അധിപതി ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇവർ കുടുംബത്തിനെ നോക്കും, കുടുംബം വിട്ട് ഇവർ മാറില്ല എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അതും ഒരു പൊരുത്തത്തിന് ഒരു കാരണം, ഒരു നല്ല പ്ലസ് പോയിൻ്റായിട്ട് എടുക്കാം. അപ്പം ഈ 2-ാം അധിപതിയുടെ 8 നോക്കണം. അതേപോലെ നമ്മൾ ലഗ്നത്തിൻ്റെ 9 നോക്കണം. എല്ലാത്തിൻ്റെയും ഭാഗ്യസ്ഥാനം നമ്മൾ നോക്കണം. അതുപോലെ ഈ 2-ൻ്റെയും 8 നോക്കാം, നമുക്ക് 9 നോക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3-ാം സ്ഥാനം, 3-ാം ഭാവം. 3-ാം ഭാവമാണ് 8-ൻ്റെ 8 3-ാം ഭാവം. അപ്പോൾ ലഗ്നത്തിൻ്റെ 8-ൻ്റെ 8 ആയുർഭാവമാണ് പറയുന്നത്. അപ്പോൾ 3-ാം ഭാവം എത്രത്തോളം സ്ട്രോങ് ആവണമെന്ന് നോക്കണം. അറ്റ്ലീസ്റ്റ് 2 ജാതകത്തിലെങ്കിലും ഒരു ജാതകത്തിലെങ്കിലും 3-ാം ഭാവം സപ്പോർട്ടിങ് ഭാവമാണ്, നമ്മൾ നോക്കി തന്നെ ചേർക്കണം. അടുത്ത 4-ാം ഭാവം. 4-ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ അമ്മ അല്ലെങ്കിൽ വാഹനം, സുഖസ്ഥാനം എന്നൊക്കെ പറയും, വീടെന്നൊക്കെ പറയും ഇല്ലേ? അതൊക്കെ നമുക്ക് ഓക്കെ, അത് നോക്കാം. വീടെങ്ങനെയുണ്ട്, അവരെ പിന്നെ എന്താ പറയുക, അമ്മ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം. അതേസമയം പിന്നെ കുട്ടികൾ, നമ്മളുടെ സ്വഭാവം എന്താ പറയുക, പരിശുദ്ധിയാണോ, പെൺകുട്ടി പരിശുദ്ധിയാണോ, ആൺകുട്ടി പരിശുദ്ധനാണോ എന്നൊക്കെ നോക്കുന്നത് ഈ 4-ാം ഭാവം കൊണ്ട് തന്നെയാണ്. മനസ്സിലായി? അപ്പോൾ അവിടെ അച്ഛൻ്റെ ആയുസ്സും വരുന്നുണ്ട്. മനസ്സിലായി? 9-ൻ്റെ 8 4. അപ്പോൾ അച്ഛൻ്റെ ആയുസ് അവിടെ വരുന്നുണ്ട്, അമ്മയുടെ കാര്യം അവിടെ വരുന്നുണ്ട്. അവനവൻ്റെ എന്താ പറയുക, തമിഴ്നാട്ടിൽ പറയും ഒഴുക്കുക എന്ന് പറയും, നല്ല നടപ്പെന്ന് പറയില്ലേ, ആ രീതി പറയുന്നത് 4-ാം ഭാവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ക്യാരക്ടർ നോക്കുമ്പോൾ 4-ാം ഭാവം ശരിയാണോ. 4 6 കണക്ട് ചെയ്ത് നിന്ന് ചില ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഇവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു പറയാം, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളമടിക്കുന്നു പറയും. അപ്പോൾ ആൺകുട്ടികൾക്ക് അങ്ങനെ പറയും, പെൺകുട്ടികൾക്ക് വേറെ തരത്തിലുള്ള ദോഷങ്ങൾ പറയും. അപ്പം ഈ തരത്തിലൊക്കെ 4-ാം ഭാവം എന്ന് പറയുന്നത് വിവാഹം വരേക്കും പേരൻസിനെ ബാധിക്കുന്നതാണ് ഇല്ലേ? ആൺകുട്ടിക്ക് പ്രശ്നം വന്നാലും പെൺകുട്ടികൾക്ക് പ്രശ്നം വന്നാലും അതെല്ലാം പേരൻസോടെ ബാധിക്കുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞ് മാരേജ് എന്ന് വരുമ്പോൾ ഹസ്ബൻഡിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള പൊരുത്തമാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? ഇൻഫാക്ച്വേഷനൊക്കെ വരാം, അതൊക്കെ സാധാരണയാണ്. അത്ര ഉത്തമരായിട്ട് നമുക്ക് പറ്റില്ല അല്ലേ? എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വിവാഹത്തിന് ശേഷം കുട്ടികൾ നല്ല രീതിയിൽ ഭർത്താവിനോടൊപ്പം ജീവിച്ചു പോകുമോ, വൈഫിനോടൊപ്പം ജീവിച്ചു പോകുമോ എന്നുള്ളതാണ് നമ്മൾ പൊരുത്തം നോക്കേണ്ടത്. ഓക്കെ, അതിന് തക്കവണ്ണമുള്ള പൊരുത്തം നോക്കണം. അതൊക്കെ ഞാൻ പൊരുത്തത്തിൽ പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് 5-ാം ഭാവം. ഈ 5-ാം ഭാവം എന്ന് പറയുന്നത് കുട്ടികളെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലേ? അതുപോലെ പൂർവികം. അപ്പോൾ നമ്മളുടെ പൂർവികം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് 5-ാം ഭാവം നോക്കി പറയാം. 4ഉം 5ഉം കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മളുടെ ചിന്ത, നമ്മളുടെ എന്താ പറയുക ആഗ്രഹങ്ങൾ. അപ്പോൾ 5-ാം ഭാവം അല്ലെങ്കിൽ 5-ാം അധിപതി, ഈ ഞാൻ പറയുന്ന ഭാവമൊക്കെ നിങ്ങൾ അതിൻ്റെ ഭാവ അധിപതിയും കൂടെ കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഭാവം മാത്രം പോരാ, ഭാവ അധിപതിയുമാണ് നോക്കേണ്ടത്. കാരണം ഭാവം ബലമാണോ ഭാവാധിപതി ബലമാണോ എന്ന് ചോദിക്കുമ്പോൾ 2നും ഈക്വലാ ബലം കൊടുക്കണം, എങ്കിൽ മാത്രമേ ഫലങ്ങൾ കറക്റ്റായി വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 4-ാം ഭാവം അതിൻ്റെ അധിപതി നോക്കണം കേട്ടോ. അടുത്ത 5-ാം ഭാവം എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 5-ാം അധിപതി എവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്കി ഒരാളിന് 5-ാം ഭാവം അല്ലെങ്കിൽ 5-ാം അധിപതി പ്രശ്നമാണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ജാതകത്തിൽ ശരിക്കും പിന്നെ നല്ല പൊരുത്തമുള്ള ഒരു ജാതകം തന്നെ, സൂട്ടബിളായിട്ടുള്ള ജാതകം തന്നെ ഇവർക്ക് ചേർത്ത് കൊടുക്കണം. ഒരു കുറവുണ്ടെങ്കിൽ മറ്റൊരാളിൻ്റെ പ്ലസ് പോയിൻ്റ് കൊണ്ട് ഈ കുറവുകൾ നികത്താം എന്നുള്ളതാണ് പൊരുത്തത്തെ കുറിക്കുന്നത്. അടുത്ത 6-ാം ഭാവം. 6-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ് മെയിനാണ് പറയുന്നത്. കുട്ടിക്ക് ജോലിയുണ്ടോ എന്നുള്ളതാണ്, വരുമാനമുണ്ടോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നോക്കുന്നത് അസുഖങ്ങളുണ്ടാവും എന്നാണ്. അസുഖങ്ങളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് കോർട്ട് വഴക്കിലൊക്കെ വല്ല ബന്ധപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ഇവർക്ക് പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് 6-ാം ഭാവം കൊണ്ട് നോക്കാം. ഇതിലും എല്ലാ കടമൊക്കെ ഉണ്ടാകുന്ന നോക്കാം. ആദ്യമൊക്കെ ലോണൊക്കെ എടുത്ത് വീടൊക്കെ വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് 6-ൽ ഒരു സംശയം എന്നുള്ള ഒരു കാര്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ സംശയം എന്ന് പറയുന്നത് 6-ാം ഭാവത്തെ കുറിക്കുന്നതാണ്. അപ്പോൾ 6-ാം അധിപതി ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ വെച്ചോളൂ, അവർക്ക് സംശയം ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ അത് കുറച്ച് മോശമായിട്ടുള്ളതാണെങ്കിൽ സംശയം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം രാമായണത്തിൽ ശ്രീരാമൻ്റെ കടകലഗ്നമാണ്. അതിൽ 6-ാം അധിപതിയായ ഗുരു ലഗ്നത്തിൽ നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ അത് സംശയം കൊണ്ടാണ് സീതാദേവിയെ ഉപേക്ഷിച്ചു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ലഗ്നത്തിലെ 6-ാം അധിപതിയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സംശയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ജാതകം വഴി നോക്കി കൊടുക്കണം. എങ്കിൽ തന്നെ അല്ലെങ്കിൽ ഭാര്യയെ സംശയിച്ചാൽ അല്ലെങ്കിൽ ഭർത്താവിനെ പരസ്പരം സംശയിച്ച് അവരുടെ ലൈഫ് ഒന്ന് നല്ല രീതിയിൽ പോകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നോക്കണം. പിന്നെ
ഇവർ മുതലാളിയാണോ അല്ല തൊഴിലാളിയാണോ. ശനിയുടെ കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാം. ഇവർ ശനി എന്ന് മുതലാളിയെ കുറിക്കും. നല്ല ബലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർ ഒരു 10-100 പേരെ വെച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ, തൊഴിലാളികളെ വെച്ച് ഇവർ മുതലാളിയാകും. ചിലവർ മുതലാളിയും തൊഴിലാളിയുമാകും. ചില ശനിക്ക് കുറച്ച് പ്രശ്നമാണ് ജാതകത്തിലെങ്കിൽ ഒരു തൊഴിലാളിയായി മാറും. ഓക്കെ, അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതും നല്ല ജാതകത്തിന് നല്ലതല്ലേ. ടോപ്പിൽ നമുക്ക് ഇതൊക്കെ ജാതക പൊരുത്തത്തിന് സൂട്ടാവും. ഇതൊക്കെ നമ്മൾ ഭാവങ്ങൾ പരിശോധിക്കാൻ വേണ്ടി മാത്രമാകുന്നതാണ് ഈ ദൃഷ്ടിയും മറ്റു കാര്യങ്ങളൊക്കെ. ഓക്കെ, പൊരുത്തത്തിലോട്ട് വരുമ്പോൾ ദൃഷ്ടിയെ കണക്കാക്കാനേ പാടില്ല. അതുകൊണ്ട് ഒരു ഫലം പൂർത്തിയാകില്ല എന്നാണ് പറയുന്നത്. ആ ദോഷം പരിഹരിക്കില്ല. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത 7-ാം ഭാവം നമുക്കറിയാം കളത്രഭാവമാണ്. അപ്പോൾ കളത്രം എത്രത്തോളം നല്ലതാണെന്നനുസരിച്ച് നമുക്ക് ദോഷമാണെങ്കിൽ അതിന് തനിച്ചുള്ള നല്ല ജാതകം ചേർക്കണം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് വിവാഹത്തിന് വെറും 7-ാം ഭാവം മാത്രം നോക്കി നിങ്ങൾ ചേർക്കരുത്. കാരണം 7-ാം ഭാവത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുന്നതാണ്. എവിടെ നിന്ന് പെൺകുട്ടി വരും, ഏത് ദിക്കെന്ന് കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ നോർത്ത് വെസ്റ്റ്, ഇപ്പോൾ അത് നമുക്ക് ജാതകത്തിൽ നോക്കുമ്പോൾ വാസ്തുവും ഈ പിന്നെ ജാതകം തനിയെ പഠിക്കുന്ന ആവശ്യമില്ല. 4-ാം ഭാവം കൊണ്ടേ നമുക്ക് വാസ്തു പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താ പറയണമെന്ന് വെച്ചാൽ ഈ എവിടെ നിന്ന് ഏത് ദിക്കിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ എങ്ങനെയുള്ള പെൺകുട്ടി അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൺകുട്ടിയായിരിക്കും വരിക, അതായത് തടിച്ച പ്രകൃതമാണോ മെലിഞ്ഞതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ സ്വഭാവം, ഏത് രാശിയാണ്, എങ്ങനെയെന്നുള്ളതൊക്കെ ഇവർക്ക് അത് നമുക്ക് 7-ാം ഭാവം കൊണ്ട് കണ്ടുപിടിക്കുന്ന കാര്യം മാത്രമാണ്. അത് 7-ാം ഭാവം കൊണ്ട് പൊരുത്തം നോക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓരോ ഭാവത്തിനെ പറ്റി നോക്കുമ്പോൾ ഭാവം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അവിടെ ദൃഷ്ടി പാടില്ല എന്നുള്ളത് ഞാൻ തീർത്തും പറയുകയാണ്. ഗ്രഹങ്ങൾ കൊണ്ട് തന്നെ പൊരുത്തി വിവാഹം നോക്കണം, പൊരുത്തം നോക്കണം. ഓക്കെ, അതുപോലെ അടുത്ത 8-ാം ഭാവം. അപ്പം പാർട്ട്ണർഷിപ്പ്, ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ളതൊക്കെ 7-ാം ഭാവത്തിൽ വരും. പിന്നെ ദൂരയാത്രയൊക്കെ നമ്മൾ കണക്കാക്കാം. 7-ാം ലഗ്നാധിപതി 7 നിൽക്കുകയാണെന്ന് വെച്ചോളൂ. നമുക്ക് അല്ലെങ്കിൽ 7-ാം അധിപതി ലഗ്നത്തിൽ നിന്ന് പറയില്ലേ, വൈഫിന് ഹസ്ബൻഡ് അടിമയെ പോലെയാണെന്നൊക്കെ പറയില്ലേ. അവർ പറയുന്നത് എന്തും കേൾക്കും എന്ന് പറയുന്നില്ല. അതിങ്ങനെ മാറി മാറി നിൽക്കുന്നതാണ്. മനസ്സിലായി? ലഗ്നാധിപതി 7 നിൽക്കുകയാണെങ്കിൽ അപ്പം 7-ാം അധിപതി വൈഫിന് ഹസ്ബൻഡിന് ലഗ്നാധിപതിക്ക് അടിമയാണെന്നല്ല, അവർ എന്ത് പറഞ്ഞാലും അനുസരിക്കും എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നുള്ളതാണ്. ഇതാണ് മാറി മാറി നിൽക്കുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 7-ാം ഭാവത്തിൽ ലഗ്നാധിപതി നിന്നാലേ എങ്ങനെ, ലഗ്നാധിപതി 7-ൽ പോയി നിന്നാലേ എങ്ങനെയാണ്. അപ്പോൾ ഇവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ പൊതുവെ പറയാം ഭാര്യയ്ക്ക് ഇവൻ അടിമയാണ്, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞാൽ അവൻ മാറി നിൽക്കില്ല എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അത് ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും. അവിടെ ഒരു പൊരുത്തം, അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാലേ പൊരുത്തം നല്ലതല്ലേ. അങ്ങനെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അടുത്തത് നമുക്ക് 8-ാം ഭാവം, ആയുർഭാവം. എല്ലാവർക്കും അറിയാം. 8-ാം ഭാവം നോക്കണം. 8-ാം അധിപതി എവിടെ നിന്ന് നോക്കണം, ഇവരുടെയൊക്കെ 8 നോക്കണം. 8-ാം ഭാവമാണെങ്കിൽ 8-ാം ഭാവത്തിൻ്റെ 8 നോക്കണം എങ്ങനെയാണെന്നുള്ളത്. അതാണ് 3, ലഗ്നത്തിൻ്റെ 3. അതേപോലെ ലഗ്നാധിപതിയുടെ 8 നോക്കണം. അതും അവിടെ ആര് നിൽക്കുന്നു എന്നനുസരിച്ച് ബലം നമുക്കറിയാൻ പറ്റും. ഇവിടെ നമുക്കൊരു ദോഷമായിട്ട് ലഗ്നാധിപതിക്ക് ദോഷമായിട്ടോ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരെ അവിടെ ചേർക്കുന്ന ജാതകത്തിൽ അവർക്ക് വരുന്ന സ്പൗസിന് അവരുടെ ആയുസ് വരാൻ സ്ട്രോങ് ആയിട്ട് ചേർക്കണം. അതാണ് ചെയ്യുന്നത്. അപ്പോൾ 7-ാം അധിപതിക്കും തന്നെയാണ്. 7-ാം അധിപതി 8 നോക്കുമ്പോൾ പ്രശ്നമാണെങ്കിൽ അവിടെ സ്ട്രോങ് ആയി ചേർക്കണം. എവിടെ ഒരു ജാതകം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഏതൊക്കെ വീക്കായിട്ട് കാണുന്നു അതിൻ്റെ എല്ലാം പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ജാതകത്തിൽ ചേർക്കേണ്ടത്. അപ്പോൾ തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവുകയുള്ളൂ. അപ്പോൾ ഇവിടെ വീക്കായ ഭാഗങ്ങളെല്ലാം അവിടെയും വീക്കായ എന്ന് തെറ്റിപ്പിരിഞ്ഞു എന്ന് നമ്മൾ നോക്കിയാൽ മതി. അത്രയ്ക്കും പ്രശ്നങ്ങളാവും. തെറ്റിപ്പിരിയുന്നത് മാത്രമല്ല വേറെ തരം ദോഷങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ 3 മാസത്തിൽ പ്രശ്നങ്ങൾ, 2-ാം മാസത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇങ്ങനെയുള്ള ചേർക്കുന്നത് കൊണ്ടാവാം. അപ്പം 7-ൻ്റെ 8 നോക്കണം, 8-ൻ്റെ 8 നോക്കണം. മെയിനായിട്ട് 2 ജാതകത്തിലും നിങ്ങൾ 7-ൻ്റെ 8 നോക്കണം, 8-ൻ്റെ 8 നോക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 9-ാം ഭാവം. 9-ാം ഭാവം പിതാവിൻ്റെ സ്ഥാനം. പിതാവ് എങ്ങനെയുള്ള ആളാണെന്ന് അറിയാൻ പറ്റും. പണക്കാരനാണോ, പാരമ്പര്യമായിട്ട് നല്ല തറവാടിയാണോ, സൊസൈറ്റിയിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ആളാണോ എന്നൊക്കെ നമുക്ക് പിതാവിനെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം അധിപതിയും നോക്കണം കേട്ടോ. അതേസമയം നമ്മുടെ ഈ ജാതകത്തിൽ ഇവർക്ക് അച്ഛനാകാനുള്ള യോഗമുണ്ടോ എന്നുള്ളത് നോക്കണം അല്ലേ. പിതാവിന് ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് നോക്കണം. അപ്പോഴേ ഒരു പിതാവിൻ്റെ സ്ഥാനം കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥാനമുണ്ടോ എന്ന് നോക്കണം.
പിതാവായി ശേഷം പിതാവിൻ്റെ കടമകളൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് 9ാം ഭാവം കൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ 2ാം വിഭാഗത്തിൻ്റെ കാര്യവും 9 പറയുന്നുണ്ട്. അപ്പോൾ 9ാം അധിപതിയും ശ്രദ്ധിക്കണം. 7 വീക്കാണോ എങ്കിൽ 9 ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ 2ാം വിഭാഗത്തിലോട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. അടുത്തത് 10 എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന കർമ്മ എന്തൊക്കെ കർമ്മയാണെന്നുള്ളത് കാണിക്കുന്നതാണ് 10. മനസ്സിലായില്ലേ? അതേപോലെ 10 എന്ന് പറയുമ്പോൾ നമ്മൾ തൊഴിൽ പറയുന്നുണ്ട്. 6 പിന്നെ 2 വരുമാനം കാണിക്കുന്നത്. 6 നമ്മളുടെ ജോലിയാണ് അല്ലേ? എവിടെയെങ്കിലും പോയി നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ 6 കാണിക്കും. 10 ആണെങ്കിൽ തൊഴിലാണ്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമ്മൾ ഓണറാവാനുള്ള ഒരു യോഗ്യത 10 കാണിക്കുന്നു. അതുപോലെ വലിയ പിന്നെ മിനിസ്റ്റർ വരയ്ക്കും, പ്രൈം മിനിസ്റ്റർ വരയ്ക്കും, ചീഫ് ജസ്റ്റിസ് അങ്ങനെയുള്ള പൊസിഷനിൽ എത്തുന്നതും 10ാം ഭാവം തന്നെയാണ്. അതായത് ഉച്ചയാണെന്നാണ് പറയുന്നത് 10. ഏറ്റവും ടോപ്പിലുള്ള ലെവലാണ്. അപ്പോൾ ആ 10 കൊണ്ട് നമുക്ക് പറയാം കുട്ടി എവിടെയാണ് ജോലി ചെയ്യുന്നത്, എന്ത് ജോലിയാണ്, എങ്ങനെയുള്ള പൊസിഷനിലാണ് ആളിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം കർമ്മപുത്രൻ എന്നുള്ളതും 10ാം ഭാവമാണ്. കർമ്മപുത്രൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ അന്ത്യസമയത്ത് കർമ്മം ചെയ്യാൻ നമുക്കൊരു പുത്രനുണ്ടോ എന്നറിയാനുള്ള ഭാവമാണ് 10ാം ഭാവം. അതോ പെൺകുട്ടികളാണോ? മനസ്സിലായില്ലേ? കർമ്മപുത്രൻ അല്ലെങ്കിൽ അതിന് യോഗമില്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമാണ്. എത്രയോ പേർക്കുണ്ടല്ലേ ആൺകുട്ടികളില്ലാതെ പെൺകുട്ടികൾ മാത്രം. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് അമ്മായിയമ്മയുടെ സ്ഥാനം 10ആണ്. അപ്പോൾ അമ്മായിയമ്മ എങ്ങനെയുള്ള ആളായിരിക്കും, ഇവർ തമ്മിൽ പോരുണ്ടായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം 10ാം ഭാവത്തിന്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് 11ലോട്ട് വരണം. 11 കഴിഞ്ഞ് നമുക്ക് ലാഭമാണ്. എല്ലാം നമുക്ക് ലാഭം തരുന്നതാണ്. നമ്മൾ എല്ലാം ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ തരുന്നതാണ്. ഒരുപാട് കാലത്തെ കുറിക്കുന്നതാണ് 11. അതുപോലെ നമ്മളുടെ എന്താ പറയുക ആഗ്രഹങ്ങൾ, എല്ലാ അഭിലാഷങ്ങളും എല്ലാം സാധിക്കുന്നത് 11ാം ഭാവമാണ്. അപ്പോൾ 11 എവിടെ കണക്ട് ചെയ്ത് വന്നാലും ബാധകാധിപതി ബാധകം 11 വരും ചരരാശിക്ക്. അതൊഴിച്ച് ബാക്കി എവിടെയൊക്കെ 11 കണക്ട് ആകുന്നു അതൊക്കെ ദീർഘം കുറിക്കുന്നതാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 12. 12 എന്ന് പറയുന്നതാണ് നമ്മൾ നല്ല സുഖമായിട്ടുള്ള ഉറക്കം. നമ്മൾ പട്ടുമൊത്തയിൽ ഉറങ്ങുകയാണോ, തറയിൽ പിന്നെ ഒരു പായ് വിരിച്ച് ഉറങ്ങുന്നതാണോ എന്നൊക്കെ നമുക്ക് ഈ 12ാം ഭാവം കൊണ്ട് കണ്ടുപിടിക്കും. അപ്പോൾ അയന ശയന ഭോഗസ്ഥാനം, വിവാഹത്തിന് ശേഷമുള്ള ശയനമൊക്കെ ഈ 12ാം ഭാവത്തെ കാണിക്കുന്നതാണ്. പണ്ട് ആചാര്യന്മാർ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകണം. അപ്പോൾ അതിന് 12ാം ഭാവം ഈ ബെഡ് കംഫർട്ട്സ് അതും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നല്ല രീതിയിൽ പോകും എന്നുള്ളത് ഈ 12ാം ഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 12ാം ഭാവം ശരിയില്ല ഒരാളിനെങ്കിൽ മറ്റേ ആളിൻ്റെ ജാതകത്തിൽ ഈ ഭാവങ്ങളൊക്കെ ശരിയായി തന്നെ ചേർക്കണം. അപ്പോൾ തന്നെയാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആചാര്യന്മാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ 2, 7, 8, 12 ഈ ഭാവങ്ങളിലൊക്കെ പാവന്മാർ നിന്ന് 4, 2, 4, 7, 8, 12 ഇവിടെയൊക്കെ പാപഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പാപദൃഷ്ടിയാണെങ്കിലൊക്കെ ദോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വാസ്തവം തന്നെയാണ്. നമ്മളത് നോക്കിയ ശേഷം ഇതിനൊക്കെ പൊരുത്തമായിട്ട് ഓരോ ഭാവം 2 ആണെങ്കിൽ വരുമാനം, അവരുടെ സംസാരം, അവരുടെ പഠിത്തം ഇങ്ങനെയൊക്കെയുള്ള വരുന്നില്ല. 4 എന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവത്തിൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്. 7 എന്ന് പറയുമ്പോൾ കളത്രഭാവം, 8 എന്ന് പറയുമ്പോൾ ആയുസിൻ്റെ ഭാവം, 12 എന്ന് പറയുമ്പോൾ അനശയന സുഖസ്ഥാനം. ഇത് ഇത്രയും ഒരു പൊരുത്തം വിവാഹത്തിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനാണ് അവർ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഈ ഭാവങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അത് തന്നെ നമ്മൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൊരുത്തമൊക്കെ ഈസി ആയിട്ട് പിന്നെ നോക്കാൻ പറ്റും. പക്ഷേ എവിടെയും ഗ്യാരൻ്റി ആയിട്ട് നമുക്ക് എല്ലാ ആൾക്കാർക്കും പിന്നെ വിവാഹങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ പൊരുത്തം ശരിയാക്കി കൊടുക്കാമോ ഒന്നും നമുക്ക് ഗ്യാരൻ്റി പറയാൻ പറ്റില്ല. കാരണം ചില ജാതകങ്ങൾ കോംപ്ലിക്കേഷൻസ് തരും. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യണം. അതിനാണ് ഈ എന്താ പറയുക പരിഹാരം എന്ന് പറയുന്നത്. ചില പരിഹാരങ്ങൾ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അതും നല്ല അസ്ട്രോളജേഴ്സ് ആണെങ്കിൽ അതും അവർ ചെയ്തു കൊടുക്കും. കാരണം ഏത് ജാതകം അവരുടെ കയ്യിൽ വന്നാലും അത് ഭദ്രമാക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു മനസ്സിലുള്ളത്. കാരണം എവിടെ പോയാലും ഈ പ്രശ്നങ്ങളുണ്ടാവും, ആരെ നോക്കിയാലും ഈ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതിനെ നമുക്ക് ശരിയാക്കി കൊടുക്കണമെങ്കിൽ നല്ലവണ്ണം പഠിക്കണം. ജ്യോതിഷം എന്നുള്ളത് ഈ നല്ലവണ്ണം ഫലങ്ങൾ പറയാൻ ആദ്യം പഠിക്കണം. പൊരുത്തമൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഫലങ്ങൾ ആദ്യം ഏത് ജാതകം വന്നാലും അതിൻ്റെ നടന്നു പോയ സംഭവങ്ങൾ, നടക്കുന്ന സംഭവങ്ങൾ, വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കറക്റ്റായി മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് തക്കവണ്ണമുള്ള പൊരുത്തം നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇവിടെ ദൃഷ്ടിക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല. പൊരുത്തം നോക്കുമ്പോൾ ജസ്റ്റ് ഇതൊക്കെ നോക്കി
മനസ്സിലാക്കി, ദൃഷ്ടി കൊണ്ടും ഗ്രഹങ്ങൾ നിൽക്കുന്നതൊക്കെ കൊണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കിയ ശേഷം പൊരുത്തമെന്നുള്ള രീതി വരുമ്പോൾ ജസ്റ്റ് ഏതേത് ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങൾ നിൽക്കുന്നു അത് ശരിയല്ല എന്ന് കണ്ടാൽ ആ ഭാവങ്ങളിൽ അടുത്ത ചേർക്കുന്ന ജാതകത്തിൽ എല്ലാം നല്ല ഗ്രഹങ്ങൾ നിൽക്കണം. ഒരു പിന്നെ എന്താ പറയുക, ഈ ഞാൻ പഠിച്ചത് അതായത് ചൊവ്വ ഭർത്തൃകാരകനായിട്ടും ശുക്രൻ ടോട്ടലി വിവാഹകാരകനായിട്ട് പറയുന്നുണ്ട്. അപ്പം ശുക്രൻ വന്നിട്ട് പെണ്ണിൻ്റെ സ്ഥാനത്തിലാണ് പറയുന്നത്. പുരുഷനും സ്ത്രീക്കും, സ്ത്രീ വന്ന് ശുക്രനാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളെ കാലപുരുഷ തത്വം അനുസരിച്ച് മേടം ചൊവ്വയാണ്. അതിൻ്റെ നേരെ ആപ്പോസിറ്റാണ് തുലാം. അവിടെ ശുക്രൻ്റെ സ്ഥാനമാണ് അല്ലേ. അപ്പോൾ ഇവർ തമ്മിലാണ് ചേർക്കേണ്ടത്, ആണും പെണ്ണും എന്നുള്ള രീതിയിൽ. അപ്പോൾ ചൊവ്വ തന്നെയാണ് വിവാഹ കാരകനായിട്ട് പറയുന്നത്. വിവാഹത്തിൻ്റെ കാരകൻ എന്ന് പറയുന്നത് ചൊവ്വ തന്നെയാണ്. അപ്പോൾ ചൊവ്വ ബോയ് ഫ്രണ്ടിനെ കുറിക്കും, അപ്പോൾ ഹസ്ബൻഡിനെ കുറിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് തമ്മിലാണ് ഒരു അട്രാക്ഷൻ. ചൊവ്വ ബലമായിട്ട് ലഗ്നത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവർ നല്ല ആരോഗ്യമുള്ള ഒരു ഫിറ്റ്നസ് ഉള്ള ബോഡി ആയിരിക്കും ഇവർക്ക്. ഇവരെ കണ്ടാൽ ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്നത് ഒരു അട്രാക്ഷനാണ്, റൊമാൻസിനൊക്കെ കുറിക്കുന്നതാണ്. പരസ്പരം ഒരു അട്രാക്ഷൻ വേണം. ചൊവ്വ രണ്ടുപേർക്ക് ഒരേപോലെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ അതിൻ്റെ ചൊവ്വ ശരിക്കും ചേർക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് 7 നിൽക്കുന്നവർക്ക് 7 ചേർക്കണമെന്നല്ല. 7 നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ അതനുസരിച്ചുള്ള ശുഭഗ്രഹങ്ങളെ നമ്മൾ മറ്റു ജാതകത്തിൽ ചേർക്കണം. പക്ഷേ ഇവരുടെ ചൊവ്വയുടെ ഡിഗ്രി ഒക്കെ മനസ്സിലാക്കിയ ശേഷം ആ ചൊവ്വയെ അതേ ബലത്തിൽ മറ്റേ ജാതകത്തിൽ ചേർക്കണം. അത് ആ ഭാവത്തിലെന്നല്ല വേറെ ഭാവത്തിലോട്ട് ചേർക്കണം. മനസ്സിലായി? അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പം അങ്ങനെ അതുപോലെ വേറൊന്ന് പറയുന്നുണ്ട്, ശുദ്ധജാതകം അല്ലെങ്കിൽ 7 എട്ടും ശുദ്ധം. 7 എട്ടും ശുദ്ധം നല്ലത് തന്നെയാണ്. ആ ലഗ്നാധിപതി എവിടെ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നോക്കി നമ്മൾ പൊരുത്തപ്പെടുത്തിയാൽ മതി. അപ്പോൾ പണ്ട് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് 7 എട്ടും ശുദ്ധമാണ്. അവിടെ ദൃഷ്ടിയുണ്ടെങ്കിലും കൂടെ അവരെടുക്കില്ല, കാരണം ദൃഷ്ടി പൊരുത്തത്തിലില്ല. അതുകൊണ്ട് ഇപ്പോൾ 7നെയോ 8നെയോ ദൃഷ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊരുത്തത്തിന് അത് കണക്കാക്കാനേ പാടില്ല. ശുദ്ധമായിട്ടുള്ള ക്ലിയറായിട്ട് നിൽക്കുന്നെങ്കിൽ അത് പിന്നെ 7 എട്ടും നല്ലത് തന്നെയാണ്. ആ അധിപതി എവിടെ പോയി നിൽക്കുന്നു എന്നനുസരിച്ച് നമ്മൾ ഫലം പറയണം. അപ്പോൾ അവിടെ ഒരു ജാതകം ശുദ്ധജാതകം എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് തെറ്റായ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നല്ല ഒരു അസ്ട്രോളജിയുടെ അടുത്ത് പഠിക്കണം. നല്ല ഗുരുനാഥൻ്റെ കീഴിൽ പഠിക്കണം. അവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിന്ന് ചോദിച്ച് നോക്കണം, ഇങ്ങനെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ പറയുന്നില്ല, ഈ 10 പൊരുത്തത്തിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ശേഷം ഈ 10 പൊരുത്തം എന്നുള്ളതുണ്ട്. ആ 10 പൊരുത്തം എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അതങ്ങനെ ഭാവങ്ങളിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ എങ്ങനെയാണ് ചേർക്കാൻ പറ്റും എന്നുള്ളത് നോക്കി നമ്മൾ ശരിയാവണ്ണം പൊരുത്തം നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പരിഹാരങ്ങൾ എന്തെങ്കിലും പ്രശ്നം. ഇപ്പോൾ 6 അത് വരാൻ പോകുന്ന ദശ നോക്കണം. 6, 8, 12 ദശകളൊന്നും നടക്കാൻ പാടില്ല. ഒരാളിൽ നടക്കണമെങ്കിൽ ഒരാളിൽ നടക്കാനേ പാടില്ല. അപഹാരം ശ്രദ്ധിക്കണം. ദശ മാത്രമല്ല, പിന്നെ ഭുക്തി എന്ന് പറയുന്നത് അപഹാരമാണ്. അത് വളരെ പവർഫുള്ളാണ്. നമ്മൾ അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയ ശേഷം മാത്രമേ പൊരുത്തം എന്നുള്ളത് പിന്നെ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ പൊരുത്തത്തിന് മുമ്പ് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്നതുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നൊക്കെ എഴുതുന്നുണ്ട്. മനസ്സിലാകുന്നില്ല എന്നെങ്കിൽ നിങ്ങൾ അസ്ട്രോളജി ബേസിക്ക് പോലും നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാകുന്നത്. ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ ബേസിക്കിനേക്കാളും അപ്പുറത്തെ ക്ലാസ് കാര്യങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ നോട്ട്സും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും അതിലൊരു പ്രശ്നങ്ങളുണ്ട്. കാരണം ബേസിക്ക് ശരിക്കും പഠിച്ചിട്ടില്ല, പഠിച്ചെടുത്തു നിന്ന് നല്ലതായിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ബേസിക്കും എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. 1 ഇയർ കോഴ്സായിട്ട് ഒരു ബേസിക് ക്ലാസ് ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ പാർട്ടായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. മാസം തോറും കുറച്ചായിട്ട് എമൗണ്ട് കെട്ടിയാൽ മതി. ഒരുമിച്ചൊന്നും പണം കെട്ടണ്ട. കാരണം നിങ്ങൾക്ക് 1 മാസം ട്രയൽ നോക്കുക, ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബേസിക് എല്ലാവർക്കും ആവശ്യമാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ പഠിച്ച രീതിയിലുള്ള ബേസിക് വേണമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അവർക്ക് ആ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർ അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ ഈസി ആയിരിക്കുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബേസിക് ക്ലാസ്സും കൂടെ ഞാൻ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജൂൺ 15-ാം തീയതിക്ക് ശേഷം ബേസിക് ക്ലാസ്സും തുടങ്ങുന്നതാണ്. എല്ലാ കാര്യങ്ങളും വരും. അഷ്ടകവർഗം, പിന്നെ രാഹു, കേതു, മാന്തി വരയ്ക്കും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. കാരണം അതെല്ലാം ഉൾപ്പെടുത്തിയാൽ മാത്രമേ
ശരിക്കുമുള്ള ജ്യോതിഷത്തിൽ നമ്മൾ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. പഴയ പിന്നെ എല്ലാ ബുക്സുകളിലും ഞാൻ പഠിച്ച ഏകദേശം ബുക്കുകളിലൊക്കെ രാഹു കേതുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് രാഹു കേതുവിനെ ഒഴിവാക്കിയിട്ട് ഒന്നും നമുക്ക് ജ്യോതിഷത്തെ മാറ്റി നിർത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മാന്തിയും അതിൽ എല്ലാ ഭാവത്തിൽ നിൽക്കുന്ന നക്ഷത്രത്തിൽ നിൽക്കുന്ന അതിൻ്റെ ഫലങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബേസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെന്നൈയിലല്ല, അതുകൊണ്ടാണ് ബോർഡൊന്നും വെക്കാനുള്ള ഒരു സൗകര്യമില്ല. ഞാനിപ്പോൾ കേരളത്തിലാണ്. ഒരു 5 ദിവസമാകും ഞാനങ്ങ് ചെന്നൈയിലോട്ട് എത്താൻ. അപ്പോൾ അതുവരയ്ക്കും ഇതുപോലെയുള്ള ബോർഡും ചോക്ക് പീസൊന്നും ഇല്ലാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.